അപ്പൊ ഇന്നുണ്ടല്ലോ ഒരു വലിയ പണി കിട്ടിയേ. രാവിലെ ഞാൻ വളരെ കൃത്യമായി 4 മണിക്ക് എഴുന്നേറ്റു. 4:30 ആയപ്പോ കിച്ചണിൽ വന്നു. ഇന്ന് എന്തായാലും ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കാന്നായിരുന്നു കേട്ടോ പ്ലാൻ. അതുകൊണ്ട് തന്നെയാണ് ഒട്ടും സമയം കളയാതെ അടുക്കളയിലേക്ക് വന്നത്. പിന്നെ ഗ്രീൻ പീസിലേക്ക് ആവശ്യമുള്ള പൊട്ടറ്റോ, ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നന്നാക്കി വെച്ചു. ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ ഒന്നോ രണ്ടോ ഒന്നും പോരാ കേട്ടോ. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കുകയും വേണം. ചിലപ്പോൾ അവർ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കണ്ടേ. അപ്പോൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് നമ്മൾ കഴുകി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഗ്യാസ് കത്തിക്കാൻ നോക്കി, കത്തുന്നില്ല. രണ്ടടുപ്പും നോക്കിയപ്പോഴാണ് ഗ്യാസ് തീർന്നിരിക്കുകയാണ് എന്ന് മനസ്സിലായത്. ഒരു കുറ്റി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ ആകെ ഇരുട്ടാണ്. ഇവിടെ ഗ്യാസ് വെക്കുന്ന സെറ്റപ്പ് ഒക്കെ പുറത്താണ് കേട്ടോ. പിന്നെ അമ്മ പോയി വിളിക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പിള്ളേരെല്ലാം കൂടെ എഴുന്നേറ്റ് വന്നിട്ട് ആകെ അങ്ങ് ബഹളവും വെപ്രാളവും ഒക്കെ ആവും. അതുകൊണ്ട് കുറച്ച് നേരം വെളുക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി ചപ്പാത്തി അങ്ങ് ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങ് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറിയാക്കാലോ. അങ്ങനെ ഇതാ 6 മണിയൊക്കെ കഴിഞ്ഞു. ഗ്യാസൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ ഇവിടെ നടന്നതൊക്കെ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇതാ ഒരടുപ്പയിൽ ചോറ് വെച്ചു, തിളപ്പിച്ച് മാറ്റി. അപ്പുറത്ത് ഗ്രീൻ പീസ് വെച്ചു, ഇപ്പുറത്ത് തോരൻ വെച്ചു. ചപ്പാത്തി അപ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. പിന്നെ അതാ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ പിള്ളേരെല്ലാം ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. തോരൻ അരിഞ്ഞു വെച്ചിരുന്നത് പടവലങ്ങയായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങ ഒക്കെ ചതച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. മോൾക്കാണെങ്കിൽ ഇന്ന് ഒരിക്കലും ഇല്ലാത്ത നിർബന്ധമായിരുന്നു ഞാൻ അങ്ങോട്ട് ചെന്നെടുക്കാൻ വേണ്ടി. ഒരിക്കലും ഇല്ലാന്നല്ല, ഇപ്പൊ കുറഞ്ഞു വന്ന നിർബന്ധമാണ്. അപ്പം തേങ്ങാ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് മോക്ക് കുടിക്കാൻ കൊടുത്തത്. ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ അവിടെ തന്നെ നിൽക്കണം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇടാനൊക്കെ വേണ്ടി. ഗ്രീൻ പീസ് അപ്പോഴേക്കും കറിയാക്കി. എന്നിട്ട് ആ കുക്കറിലേക്ക് പയറ് വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ മക്കളെ ബാത്റൂമിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞ് വഴക്കിട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അച്ഛനെ പിടിച്ച് അവിടെ നിർത്തി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഇതാ തുണിയൊക്കെ തേക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോഴാണ് അവർക്ക് ഓരോരുത്തർ എടുത്തുകൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞ് വഴക്കിട്ടത്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിന്ന് എന്തായാലും എല്ലാം സെറ്റായി കേട്ടോ. അവസാനം എന്താ അമ്മ പയറും കൂടെ താളിച്ചിട്ടുണ്ട്. പിന്നെ ആ കൂടെ മുട്ട പൊരിക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്കും മൂത്തയാൾ പോകാൻ ഇറങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് എടുക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓരോരുത്തർക്കായിട്ട് ചോറ് വിളമ്പുകയാണ്. തോരൻ, പയറ് കറി, മുട്ട പൊരിച്ചത്, ഇതാണ് എല്ലാവർക്കും. അപ്പോൾ അത് ചേട്ടൻ്റെ പാത്രത്തിലേക്ക് ചോറ് വിളമ്പിയപ്പോൾ കറി വെച്ചപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് തോരൻ വെക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കത് കുഴി ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കൊടുക്കുകയാണ്. ഇത്രയും നാളും ചോറ് വിളമ്പിയിട്ടും ഇന്നാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അല്ലെ കറിയെല്ലാം നിരന്ന് പോകുന്നു. പിന്നെ മോൾക്കാണെങ്കിൽ ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അതല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇന്നത്തെ ദിവസം അവൾ ഇതേ കൊണ്ടുപോകുള്ളൂ എന്ന്. കാരണം ഫ്രണ്ട്സ് എല്ലാം എല്ലാ ദിവസവും ഓരോരോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കൊണ്ടുപോകുന്നത്. മോക്ക് മാത്രമാണ് നമ്മൾ മിക്കവാറും ചോറ് കൊടുത്തു വിടുന്നത്. അത് പിന്നെ കൂടുതലും അവിടെ പറഞ്ഞിരിക്കുന്നത് ചോറ് കൊണ്ടു ചെല്ലണമെന്നാണ്. പക്ഷെ ഇവർ ചെറിയ പിള്ളേർക്ക് അങ്ങനെ നിർബന്ധമൊന്നും പറയാറില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ. എന്നെ കുളിപ്പിച്ച് റെഡിയാക്കി കഴിപ്പിച്ചതാ ഓട്ടോ വന്നു ടാറ്റയൊക്കെ പറഞ്ഞു പോയി.